ഞാൻ കുറച്ചധികം കാലമായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 5-8 വീഡിയോസോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. അതായത് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടൻ്റ് ആണോ ഞാൻ പോസ്റ്റ് ചെയ്യണത് എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നു തുടങ്ങി. അതായത് കൊണ്ട് ഞാൻ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോണ്ടൻസ് എന്ന് തോന്നണം കുറച്ച് കോണ്ടൻസ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടൻസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ UAE പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ദുബായ് മോളിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് ഈസ് എ എൻ്റർടൈനിങ് വീഡിയോ ഫോർ മീ. സോ നിങ്ങൾ എന്തായാലും അത് പോയി കാണാം കേട്ടോ. ഇതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്നെടുത്ത ഒരു വീഡിയോ ആണ്. ദുബായ് മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എത്രയോ മിനിറ്റ് ഇടവിട്ടിട്ടാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവുന്നത്. എത്ര മിനിറ്റ് ആണെന്ന് എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. എത്രയോ മിനിറ്റ് ഇടവിട്ടിട്ടാണ് ഈ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് 2x സ്പീഡിലാണ്. സോ അത് ഒരുപാട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറായിരിക്കും. അതായത് കൊണ്ടാണ് ഞാൻ 2x സ്പീഡിൽ ഇട്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ സ്ലോ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അതായത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫേസ് കാണും. ആ ഒരു ഭാഗം മുതലാണ് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്പീഡിലിട്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം കാണാനായിട്ട് അത്യാവശ്യം നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കറക്റ്റ് സ്പീഡിലിട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്ലോ ആയിട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം കാണുന്ന വരെയും നിങ്ങൾക്ക് 0.5x സ്പീഡിലിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വണ്ടർഫുള്ളായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളെന്തായാലും ഇത് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബുർജ് ഖലീഫ അവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് മോളിനുള്ളിൽ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ ആ അക്വേറിയത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കടൽ മീനുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കടയിൽ നിന്ന് പിടിക്കണ ആ ഒരു മീനല്ലേ എന്നാണ് കൊച്ചപ്പാടത്ത് ചോദിച്ചത്. ഹമൂറല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷാർക്കുകളുണ്ട്, അതായത് സ്രാവുകളുണ്ട്, തെരണ്ടികളുണ്ട്. തെരണ്ടിനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഷാർക്കിനൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുണ്ടോ വറ്റ, തെരണ്ടി, അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ മീനുകളെ അങ്ങനെ കാണാനായിട്ട് പറ്റി. അതായത് നമ്മൾ കടലിൽ ചത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ ജീവനോടെ നീന്തി പോണത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾ UAE ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ വന്നിട്ട് ദുബായ് മോളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല കേട്ടോ. കാരണം അതിന് മാത്രം അവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ UAE ഉള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ദുബായ് മോളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഫാമിലി ആയിട്ടുള്ളവരെന്ന് വെച്ചാൽ ഫാമിലിനൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഹാപ്പി ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ദുബായ് മോളിൽ വെച്ച് ഷൂട്ട് ചെയ്ത കാഴ്ചകൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കെന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അദ്നാൻ. ബൈ.